ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി ആണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് ഈശോ ഉരുവിട്ട വാക്കുകളാണ് നാം ശ്രവിച്ച വചനഭാഗം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ശക്തി സ്രോതസ്സും വിശുദ്ധ കുർബാനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 5 ലക്ഷത്തിൽ പരം വിശുദ്ധ കുർബാനകൾ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് ലോകത്തെ വിശുദ്ധിയിലും ലോകത്തിലെ മക്കളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയെ അത് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആനന്ദം കൊണ്ട് മരിക്കും എന്നാണ് വിശുദ്ധ ജോൺ മേരി വിയാനി പറയുക. വിശുദ്ധ കുർബാന അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജീവിതം മുഴുവനും ഈ ഒരു കാരുണ്യത്തിലേക്ക്, ഈ വിശുദ്ധ കുർബാനയുടെ ആ പൂർത്തീകരണത്തിലേക്ക് മനുഷ്യകുലത്തെ മുഴുവൻ കൊണ്ടെത്തിക്കുകയായിരുന്നുവെന്നുകൂടി എന്നായിരുന്നു ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം ഈശോ പല ആവർത്തി വിശുദ്ധ കുർബാന മനസ്സിൽ കരുതിയിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ അത്ഭുതം തന്നെ കാനായിലെ വെള്ളം വീഞ്ഞാക്കുന്ന സമയത്തും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈശോ പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത്. വെള്ളത്തെ വീഞ്ഞാക്കിയവന് അൾത്താരയിലെ വീഞ്ഞിനെ രക്തമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ചിന്ത, വെള്ളത്തെ വീഞ്ഞാക്കിയവന് അൾത്താരയിലെ അപ്പത്തെ യേശുവിൻ്റെ ശരീരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്ത വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ആദ്യത്തെ അത്ഭുതം നടക്കുന്ന സമയത്ത് നമുക്ക് പകർന്നു തരികയാണ്. മറ്റൊന്ന്, ഈശോ ജനിക്കുന്നത് തന്നെ അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ ഭവനമാണ്. സകലർക്കും ജീവൻ നൽകുന്ന അപ്പമായി മാറുവാനുള്ളവൻ ഇതാ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. യേശു 5 അപ്പവും 2 മത്സ്യവും വാഴ്ത്തി വിഭജിച്ച് അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം ഈശോ പിന്നെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവനിലേക്ക് നയിക്കുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ശക്തിയെ, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ ഈശോ അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിശുദ്ധ കുർബാനയുടെ ഈശോയുടെ സാന്നിധ്യത്തെയും ഈശോ പ്രവർത്തിച്ച അത്ഭുതത്തെയും ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഷൈനി ഏലിയാസ് എന്ന ദമ്പതികളുടെ മകനാണ് ഷാരോൺ. 26 വയസ്സുള്ള ഈ ഷാരോൺ, അവൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കരോളിന് അവൻ പോവുകയായിരുന്നു. അവൻ BBAക്ക് സെക്കൻഡ് ഇയർ BBA പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്. അവൻ്റെ കൂട്ടുകാരുമൊത്ത് കരോളിന് പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് ഒരു ബൈക്ക് വന്ന് ഇടിച്ച് ഇവൻ മാരകമായ മുറിവുകളേറ്റ് വളരെ ഗുരുതരമായി ICUയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ICUയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഈ മകൻ്റെ വാർത്ത അറിയുന്ന നിമിഷത്തിൽ തന്നെ ഇവൻ്റെ അമ്മ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. ഈ സഹോദരിയുടെ മകനാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഈ ആക്സിഡൻറ്റ് സംഭവിച്ച് അറിഞ്ഞ ഉടനെ തന്നെ ഈ സഹോദരി ദൈവത്തെ മഹത്വപ്പെടുത്തി, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമായിട്ട് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ഇടപെടാനും തുടങ്ങി.
പ്രിയമുള്ളവരെ, ICUയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഈ സഹോദരി തുടർന്നുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഡിസംബർ 24-ാം തീയതി പാതിരാ കുർബാന കഴിഞ്ഞ് ഈ സഹോദരിയെ വിഷയാനായിട്ട് ഫോൺ വിളിക്കുമ്പോഴാണ് ഈ സഹോദരി ഈ ഒരു ദാരുണമായ ഈ ഒരു അസ്വസ്ഥത അനുഭവിച്ച് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനൊരു മകനിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഈ മകനെ ഒന്ന് കാണണം. ഞാൻ ആ അടുത്ത ദിവസം ഡിസംബർ 25-ാം തീയതി രാവിലെ ഈ ഒരു പ്രൈവറ്റായിട്ടൊരു കുർബാന അർപ്പിച്ചു, വിശുദ്ധ കുർബാന അർപ്പിച്ചു. ദിവ്യകാരുണ്യം ഈ വിശുദ്ധ ഈശോയെ, ഇത് എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ ആ തിരുവോസ്തി തന്നെ കുറച്ചു മാറ്റിവെച്ചിട്ട് ഞാൻ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചു. പിന്നെ ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ഈശോയും കൊണ്ട് യാത്ര ചെയ്തു. അവിടെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമെന്ന് പറയുന്നത്, ഈ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഒന്ന് കാണണം, അവന് ഈശോയെ കൊടുത്ത് ഈശോയുടെ സൗഖ്യം അവന് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഈ ആഗ്രഹത്തോടെ ചെന്നു. ഞാൻ പോകുമ്പോൾ തന്നെ ഫോൺ ചെയ്ത് ഈ സഹോദരിയെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, അച്ഛാ, വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, അവരിപ്പോഴും ICUയിലാണ്, വളരെ സീരിയസ് ആയിട്ട് ICUയിൽ തന്നെയാണ് കിടത്തിയിരിക്കുന്നത്, എങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അച്ഛൻ വരണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ 25-ാം തീയതി ട്രിവാൻഡ്രത്തെത്തി. കിംസിൽ ICUയിൽ ഈ മകൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇവനെ വാർഡിൽ എടുക്കുമ്പോൾ ഒന്ന് ചെന്ന് കണ്ട് ദിവ്യകാരുണ്യ ഈശോയെ കൊടുക്കാമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ കാത്തിരുന്നത്. പ്രിയമുള്ളവരെ, ആ സമയത്ത് തന്നെ 26-ാം തീയതി, അടുത്ത ദിവസം ഞാൻ കാത്തിരുന്നു. 26-ാം തീയതി രാവിലെ എനിക്ക് ഫോൺ വന്നു, ഡോക്ടർമാർ ഒന്ന് നോക്കാനായിട്ട് വാർഡിലേക്കൊന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആകുകയാണെങ്കിൽ വീണ്ടും പെട്ടെന്ന് ICUയിലേക്ക് കയറ്റേണ്ടി വരും, കാരണം ഡോക്ടർമാർക്ക് ഒരു ഉറപ്പുമില്ല. എങ്കിലും അവർ ഒന്ന് ഒബ്സർവേഷന് വേണ്ടി വാർഡിലേക്ക് ആ ദിവസം 26-ാം തീയതി കൊണ്ടുവന്നു. ആ നിമിഷം തന്നെ ഫോൺ ചെയ്ത് ഞാൻ പെട്ടെന്ന് ഈശോയെയും കൊണ്ട്, ദിവ്യകാരുണ്യത്തിലെ ഈശോയെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തുമ്പോൾ ശരീരമൊക്കെ മുറിവുകൾ ഏറ്റുവാങ്ങി കിടക്കുകയാണ് ഈ മകൻ. ഈ മകനോട് ഞാൻ സംസാരിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈശോയെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ തലയാട്ടി. അവന് ഈശോയെ സ്വീകരിക്കാനായിട്ട് അവനെ ഒരുക്കി. ഒന്ന് അനുതാപത്തോടെ പ്രാർത്ഥിച്ചു ഒരുക്കി. ദിവ്യകാരുണ്യ ഈശോയെ കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് തിരിച്ച് എൻ്റെ ആശ്രമത്തിലേക്ക് പോകാനുള്ള ആ ഒരുക്കത്തോടു കൂടി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആദ്യം വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ ഇപ്രകാരമാണ്. ഈ സഹോദരി വിളിച്ചിട്ട് പറയണം, അച്ഛാ, ഈശോ അത്ഭുതം ചെയ്തു, ദിവ്യകാരുണ്യത്തിലെ ഈശോ അത്ഭുതം ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന്. എല്ലാവർക്കും അത്ഭുതമാണ്. മെഡിക്കൽ സയൻസ് ഡോക്ടർമാരെല്ലാം പറഞ്ഞു എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാര്യം നന്നായിട്ട് തിരക്കിയപ്പോൾ മനസ്സിലായത്, ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ചെറിയൊരു ഒബ്സർവേഷന് വേണ്ടിയാണ് ICUയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ICUയിലേക്ക് തന്നെ മാറ്റാമെന്നുള്ള ചിന്തയോടുകൂടിയാണ് അവരിരുന്നത്. പക്ഷേ ICUയിൽ നിന്ന് പുറത്തിറക്കി ആ റൂമിൽ കൊണ്ടുവന്ന് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ ഈ ദിവ്യകാരുണ്യ ഈശോ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. സൗഖ്യത്തിൻ്റെ അടയാളങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി. ഡോക്ടർമാർ വന്ന് വീണ്ടും ഒരു 3 മണിക്കൂറിന് ശേഷം പരിശോധിക്കാൻ വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. എന്തോ ഒരു ഹീലിങ്ങിൻ്റെ ഒരു സംഭവം ഇവൻ്റെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുപോയി ഇനി കൂടുതൽ നന്നായിട്ട് പരിചരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനെ അന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഇന്നും ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് ഡോക്ടർമാർ ഈ സംഭവം പറയുകയാണ്. മറ്റുള്ള സീരിയസ് ആയിട്ട് ICUയിലൊക്കെ രോഗികൾ വരുമ്പോൾ അവർ ക്രിസ്ത്യാനികളാണെന്ന് അറിയുമ്പോൾ അവർ ഡോക്ടർമാർ തന്നെ പറയും, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുകയാണെങ്കിൽ അവിടെ വലിയ സൗഖ്യമുണ്ടാകും. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ ഒരു ശക്തി വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു സംഭവം എന്ന് എൻ്റെ വ്യക്തിജീവിതത്തിൽ ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവത്തിന് ശേഷം ദിവ്യകാരുണ്യത്തോടുള്ള ആ ഈശോയെ കൂടുതൽ അടുത്ത് സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ബലിയിൽ ഈശോ തന്നെയാണ് സജീവ സാന്നിധ്യമായിട്ട് വരുന്നതെന്നുമൊക്കെ ഉള്ള ഒരു വിശ്വാസവും ആ ഒരു ബോധ്യവും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ബലമുള്ളതായിട്ട് മാറി. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ആഴമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ?
വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധരായിട്ട് മാറിയത് വിശുദ്ധ കുർബാനയുടെ ശക്തിയാലാണെന്നറിയാം. വിശുദ്ധ കുർബാനയുടെ ശക്തിയാലാണ് വിശുദ്ധർ പോലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. വിശുദ്ധിയിലേക്ക് വളരാൻ അവരെ ബലപ്പെടുത്തിയത് അവരുടെ കുറവുകളെ, മാനുഷികമായ കുറവുകളെ യേശുവിൻ്റെ തിരുരക്തത്താലും തിരുശരീരത്താലും അവിടുന്ന് ശക്തിയാക്കി മാറ്റിയത് അനേകം വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങൾ അവർ പറയുന്നുണ്ട്. പുരോഹിതൻ കുർബാന അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പുരോഹിതന് ചുറ്റും മാലാഖമാരുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഈശോ തന്നെയാണ് തിരുവോസ്തിയെടുത്ത് ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞുകൊണ്ട് മുറിച്ച് വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് സൂര്യനില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, എന്നാൽ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെ സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല എന്ന് പാദ്രി പിയോ പറയാൻ കാരണം ലോകത്തെ നിലനിർത്തുന്നതും ലോകത്തെ സംരക്ഷിക്കുന്നതും വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ഈ ലോകത്തിലെ ഓരോ നിമിഷവും എവിടെയെങ്കിലുമൊക്കെ ഒരു കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം നിലനിൽക്കുന്നത് പോലും വിശുദ്ധ കുർബാനയുടെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബെനഡിക്ട് 16 പാപ്പ പറയുകയാണ്, മരണശേഷം ആത്മാവിൻ്റെ ആശ്വാസത്തിനായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ നേട്ടകരമാണ് ആളുകൾ തങ്ങളുടെ ജീവിതകാലത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്ത് വിശുദ്ധിയോടും വിശ്വാസത്തോടും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവർ അർപ്പിക്കുന്ന ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ജീവിച്ചിരിക്കുന്നവർ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കൂദാശയോട് ചേർന്ന് നടക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും കുറവാണ്. കാരണം അതിലെ ഈശോയുടെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ വിശ്വാസക്കുറവാണ്. വിശുദ്ധ കുർബാന അത് അനുഭവമായി തീരണമെങ്കിൽ നമ്മളത് ഒരുങ്ങി പങ്കെടുത്താൽ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന അനുഭവമായിട്ട് മാറും. കാരണം ഈ ലോകത്തിലെ മുഴുവൻ നന്മ പ്രവൃത്തികളും ഒരുമിച്ച് ചേർത്ത് വെച്ചാലും ഒരു വിശുദ്ധ കുർബാനയുടെ ആ ഒരു മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ നന്മ പ്രവൃത്തികളൊന്നുമല്ല. കാരണം ലോകത്തിലെ മുഴുവൻ നന്മ പ്രവൃത്തികളും ചേർത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് മറ്റൊരു ത്രാസിൽ വിശുദ്ധ കുർബാനയാകുന്ന മഹത്വം എടുത്ത് വെച്ചാൽ വിശുദ്ധ കുർബാനയുടെ മഹത്വം എപ്പോഴും താഴ്ന്നു നിൽക്കും. കാരണം അതിന് വലിയ ശക്തിയുണ്ട്, അത് ഏറ്റവും വലിയ മഹത്വമുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോ ഇടപെട്ട ഓരോ അത്ഭുതങ്ങളുടെ പിന്നിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചിരുന്നുവെന്ന് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ വിശുദ്ധ കുർബാനയെ അവർ പറയുന്നത് എമാവൂസ് അനുഭവമെന്ന്. എന്താണ് എമാവൂസിൽ സംഭവിച്ചത്? ലൂക്കയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ നമ്മൾ ഈ സംഭവം വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. 2 ശിഷ്യന്മാർ യേശുവിൻ്റെ മരണത്തിന് ശേഷം അവർ നിരാശരായി, ആകുലരായി, ഭയത്തിനടിമപ്പെട്ട് ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്ക് ഭയന്നോടുകയാണ്. ഭയന്നോടുന്നത് എന്തിനാണ്? രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. ഇനി ആരെങ്കിലും തങ്ങളെ പിടിച്ച് കൊന്നുകളയുമെന്ന് പേടിച്ചാണ് ഈ 2 ശിഷ്യന്മാർ എമാവൂസിലേക്ക് നടന്നു നീങ്ങുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ഈശോ അവരുടെ കൂടെ ഒരു വഴിയാത്രക്കാരനായിട്ട് നടക്കാനായിട്ട് തുടങ്ങി. അവർ പരസ്പരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ അവർ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ ഈശോ അവരോട് സംസാരിക്കാനായിട്ട് ഇടപെടുകയാണ്. അതിനെ തുടർന്ന് ഈശോ സങ്കീർത്തനങ്ങളിലും പ്രവാചക വചനങ്ങളിലും തന്നെക്കുറിച്ചുള്ള പറഞ്ഞ വചനങ്ങൾ, തന്നിൽ പൂർത്തീകരിക്കപ്പെടാനിരുന്ന സംഭവങ്ങളെയെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എമാവൂസിലെത്തുമ്പോൾ ഈശോ അവരിൽ നിന്ന് അകന്നു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ പറയുകയാണ്, ഇതാ രാത്രിയായി, നീ ഞങ്ങളുടെ കൂടെ ഈ രാത്രിയിൽ ഇവിടെ വസിക്കുക. ഈശോ അവരുടെ ആഗ്രഹമനുസരിച്ച് ഈശോ അവരുടെ കൂടെ വസിക്കാനായിട്ട് തയ്യാറായി. പതിവ് പോലെ ഭക്ഷണത്തിന് സമയമായപ്പോൾ അവർക്കുള്ള അപ്പം ആതിഥേയനായ ഈ വഴിയാത്രക്കാരനായ ഈശോയാണെന്ന് അറിയാത്ത ആ വഴിയാത്രക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കാരണം അതിഥിയാണ് ഭക്ഷണം ആശീർവദിക്കേണ്ടത്. ഈ ഒരു അവബോധത്തോടെ ഈശോയുടെ കരങ്ങളിൽ ഇവർ ഈ അപ്പം എടുത്തു കൊടുക്കുമ്പോൾ ഈശോ ആ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവർക്ക് മുറിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ നിമിഷം അവർ തിരിച്ചറിയുകയാണ്, തങ്ങളുടെ കൂടെ വഴിയാത്രയിൽ നടന്ന വഴിയാത്രക്കാരൻ അത് ക്രിസ്തുവാണ്, ഉദ്ധിതനായ യേശുവാണ്. ആ നിമിഷം തന്നെ അവരുടെ കണ്ണുകൾ പ്രകാശിച്ചു. അപ്പോൾ തന്നെ അവർ എമാവൂസിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ജെറുസലേം എന്ന് പറയുന്നത് പീഡനങ്ങളുടെ, തിരസ്കരണങ്ങളുടെ, നിന്ദനങ്ങളുടെ ഒരു വേദിയാണ് ജെറുസലേം. ആ ജെറുസലേമിലേക്ക് തന്നെ ധീരതയോടെ നടന്നു ചെന്ന് യേശു കർത്താവ് ജീവിക്കുന്നുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, അവനിൽ വിശ്വസിക്കുന്നവന് മരണം അവസാനമല്ല എന്ന് പ്രഘോഷിക്കുവാനായിട്ട് ഈ ശിഷ്യന്മാർ എമാവൂസിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്.
ഈ അർപ്പണവും ഈ പങ്കെടുക്കലും നമ്മളെ ഈ ഒരു അവബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ പച്ചയായ സഹന അനുഭവങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് യേശു കർത്താവാണ് ഏകരക്ഷകനെന്നും അവനിൽ വിശ്വസിക്കുന്നവന് മരണം അവസാനമല്ല എന്നും അവൻ എൻ്റെ കൂടെയുണ്ടെന്നും പ്രഘോഷിക്കുവാനായിട്ട് വിശുദ്ധ കുർബാന നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ ശക്തിപ്പെടുത്താത്തിടത്തോളം കാലം നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നമ്മൾ സജീവമായി പങ്കുചേരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കുചേരുകയാണെങ്കിൽ നമുക്ക് എമാവൂസ് അനുഭവം കിട്ടും. കാരണം മുറിക്കപ്പെടുന്ന തിരുവോസ്തിയിൽ ഉദ്ധിതനായ ഈശോയെ കാണാനായിട്ട് നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കും. ആ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകവും ഒരു അനുഗ്രഹവും ഒരു ദൈവസാന്നിധ്യവും നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തും. വ്യക്തിബന്ധങ്ങളിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും വിശുദ്ധിക്ക് വേണ്ടി നിലപാടെടുക്കുവാനും വ്യക്തികളെ സഹായിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ ഈശോ തന്നെയാണ്. വിശുദ്ധ കുർബാനയിലെ ഈശോയുമായി ബന്ധപ്പെട്ട് ആ ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കാതെ ഒരു വിശ്വാസ ജീവിതം നയിച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന അത്ഭുതം തന്നെയാണ്. വൈദികൻ്റെ കരങ്ങളിലൂടെ ഈശോ തൻ്റെ തിരുശരീര രക്തങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്ന അത്ഭുതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഈ അത്ഭുതത്തെ നമ്മൾ വിസ്മരിച്ചിട്ട് ഈ അത്ഭുതത്തെ ഒന്ന് ധ്യാനിച്ച് അനുഭവിക്കാതെ ലോകത്തിലെ ഭൗതിക അത്ഭുതങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ ഓടുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് അന്ന് പറഞ്ഞത് നമ്മളെ നോക്കി പറയും, നിങ്ങൾ അപ്പം കണ്ടതുകൊണ്ട് അപ്പം തിന്ന് ഭക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഭൗതികമായ അപ്പത്തിന് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള വിളിയല്ല ക്രിസ്ത്യാനിയുടെ വിളി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയുടെ വിളി എന്ന് പറയുന്നത് അവൻ ആത്മീയമായ ഭക്ഷണത്തിലൂടെ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ദാഹിച്ച് ഈശോയുടെ അരികിലേക്ക് പോകണം. നമ്മളിന്ന് ഈശോയുടെ അരികിലേക്ക് വരുന്നത് എന്തിനാ? ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നില്ല. വിശുദ്ധ കുർബാനയുടെ ശക്തി, വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് വിശുദ്ധ കുർബാനയോട് കൂടുതൽ സഹകരിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. ആദ്യം മുതൽ ആരംഭം വരെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണമെന്നുള്ള താല്പര്യത്തോടെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതും വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് കുർബാനകളിൽ പങ്കെടുക്കാതെ എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് ഒരു ഞായറാഴ്ച ആചരണം പോലെ നമ്മുടെ കുർബാനകൾ മാറുന്നത്. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാതെ ഒരു ചടങ്ങ് തീർക്കുന്ന മനോഭാവത്തോടെ കുർബാനയിൽ പങ്കെടുത്തു എന്നുള്ള ഒരു തൃപ്തിയോടുകൂടി ഈശോയെ സ്വീകരിക്കാതെ നമ്മൾ ചടങ്ങ് തീർത്ത മനോഭാവത്തോടെ പോകുന്നത്. കാരണം കുർബാനയിലെ ഈശോയുടെ ശക്തി മനസ്സിലാക്കിയിട്ടില്ല. എത്രയോ വലിയ വലിയ അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ രോഗങ്ങൾ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ പേരുടെ കടബാധ്യതകൾ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ശക്തിയാൽ അനുഗ്രഹമായി മാറിയിരിക്കുന്നു. എത്രയോ പേരുടെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ജീവിച്ച ദമ്പതികൾ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളെ ലഭിച്ച എത്രയോ സംഭവങ്ങൾ. ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടിട്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ വിശ്വാസം എവിടെ നിൽക്കുന്നു? എത്രയോ അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അത്ഭുതങ്ങളെ നമ്മൾ കണ്ടിട്ടും ഇതിന് നേരെ കണ്ണടച്ചിട്ട് നമ്മളൊരു തെറ്റായ ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വിശുദ്ധ കുർബാന ഇല്ലാതെ യേശുവുമായി എനിക്കൊരു ബന്ധമുണ്ടെന്നുള്ള ചിന്തയോടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. വചനത്തിലെ യേശുവിനെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കാരുണ്യമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പ്രൊട്ടസ്റ്റൻ്റ് സഭാ സമൂഹത്തിൽ അറിയപ്പെടുന്ന അത്ഭുത പ്രവർത്തകനായ ബെന്നി ഹിൻ അദ്ദേഹത്തിൻ്റെ ക്രൂസൈഡുകളിലും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലുമൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലോകം വിസ്മയത്തോടെ നോക്കുമ്പോഴും ഈ ബെന്നി ഹിൻ പറയുന്നത് കത്തോലിക്കരുടെ വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അടുത്ത കാലത്ത് ബെന്നി ഹിൻ ലോകത്തെ പോലെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, കത്തോലിക്കരുടെ വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന അത്ഭുതങ്ങളോളം ഒരത്ഭുതവും ലോകത്തിൽ സംഭവിക്കുന്നില്ല. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്.
എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും വിഷമതകളുണ്ടാകുമ്പോഴും നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി അണഞ്ഞാൽ, ആ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദിവ്യകാരുണ്യത്തിലെ ഈശോ നമ്മളെ ശക്തിപ്പെടുത്തും. ജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും വിശുദ്ധ കുർബാനയിൽ ചെന്ന് പങ്കെടുത്ത് ആ കുർബാനയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ ആ മേഖലകളിൽ വിടുതൽ സംഭവിക്കും. വിശുദ്ധ കുർബാന അത് കൃപയുടെ, സൗഖ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ക്രിസ്തു സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം നിലനിർത്തിയിരിക്കുന്നതാണ്. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് അവിടുന്ന് പറഞ്ഞിരുന്ന വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ അവൻ സാന്നിധ്യമായി ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് തള്ളിക്കളയാതിരിക്കാം. കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ കൂടുതൽ അടുത്ത് സ്നേഹിച്ച് അവനോടൊപ്പം ഐക്യപ്പെട്ട് ഈ ഭൂമിയിലെ ജീവിതത്തെ അനുഗ്രഹമാക്കാം. ആ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് എമാവുസിൽ ഈശോയെ കണ്ടുമുട്ടിയ ശിഷ്യന്മാരെ പോലെ നമുക്കും ലോകത്തോട് പ്രഘോഷിക്കാം, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ അവൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ശക്തിസ്രോതസ്സുമായ വിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും വിലയും തിരിച്ചറിഞ്ഞ് ഈ കൂദാശയെ സ്നേഹിക്കുവാനും ഈ ദിവ്യകാരുണ്യത്തിലെ ഈശോയെ കൂടുതൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.